ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ പെരുന്നാൾ തലേന്നാണ് നിങ്ങളെല്ലാവരും ഈ വ്ളോഗ് കാണുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ പെരുന്നാൾ തലക്കും ഞാൻ പണിക്ക് പോവാണ്, കാരണം എനിക്ക് പണിയുണ്ട്. പക്ഷേ പെരുന്നാളിൻ്റെ അന്ന് ഇനി ശരിക്കും ഡേറ്റ് മാറി പണി വന്നിരുന്നത്. ഞാൻ ഓരോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും പെരുന്നാളിൻ്റെ വീട്ടിൽ കൂടണം പ്ലീസ്, എനിക്ക് പെരുന്നാളിൻ്റെ അന്ന് പണി തരരുത്, എനിക്ക് പണിക്ക് പോകരുത്, എനിക്ക് പെരുന്നാൾ കൂടണം എന്ന് പറഞ്ഞു. അങ്ങനെ പെരുന്നാൾ തലേന്നായി പണി. അപ്പോൾ ഞാൻ കൊച്ചിക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. പക്ഷേ വീട്ടിലൊരു വിശേഷമുണ്ട്. അപ്പം നമുക്ക് ഇപ്പച്ചിൻ്റെ ഫേസിൻ്റെ അടുത്ത് സൂം ചെയ്താ ഇപ്പച്ചിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പച്ചി എത്രയോ കാലമായിട്ട് കൊതിച്ച് ഒരാളിന്ന് വീട്ടിലെത്തിയേക്കാണ്. അപ്പം ഇപ്പച്ചി അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇപ്പച്ചി എന്ത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇപ്പച്ചിക്ക് കമ്പനി ഇല്ല, ആരും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഇവിടെ പുതിയ വീട് മാറിയപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ നാട്ടിൽ പെട്ടുപോയി എന്ന് പറഞ്ഞു. അന്നേ ഇപ്പച്ചിക്ക് ഒരു കമ്പനി വേണമെന്നുള്ളത് ഞങ്ങളെ മക്കളെല്ലാവരും ഒരു ആഗ്രഹേനി. അപ്പോൾ ഇപ്പച്ചി അന്നേ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നാണ് നടന്നത്. അപ്പൊ ഇപ്പച്ചിക്ക് ഇത കമ്പനി ആയിട്ട് നമ്മളിതാ 2 എലിക്കുട്ടികളെ വാങ്ങിയേക്കാണ് കേട്ടോ. തിരിച്ചു 2 നൊച്ചനെലി ഇപ്പച്ചിക്ക് കമ്പനി മരച്ചുകൾ ചെത്തി. എടാ ഇതിവിടെ സ്റ്റെക്കായിക്കാണ് രണ്ടും. ആക്ര ടീമാട്ടോ പോലെ തിന്നത്. അപ്പൊ നമ്മളെ എലീനെ വാങ്ങിക്കണം കേട്ടോ. തിന്നാ ഉറങ്ങ ഇതിന് പേരിട്ടോ ഇപ്പച്ചി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് നൊച്ചനിലെ വാങ്ങിയപ്പോ മുതലേ ഇപ്പച്ചി പറഞ്ഞു ഇങ്ങനത്തെ ഒരാൾ ഇവിടെ വീടിന് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ നൊച്ചനിലെ വാങ്ങിക്കൊടുന്നപ്പം ഉള്ള ഫസ്റ്റ് എക്സ്പ്രഷൻ ആണ് കേട്ടോ. അതായത് ഈ ബ്രൈഡിനൊക്കെ കാണുന്ന ബ്രൈഡ്സ് മെയ്ഡ് ആക്കുള്ള എക്സ്പ്രഷൻ അതേപോലെയാണ് ഇപ്പച്ചിന്റെ എക്സ്പ്രഷൻ. ഇനി കൊടുന്നപ്പോ തന്നെ ഇതാ ഇങ്ങനെയാണ് ഇപ്പച്ചി ഉണ്ടായിന് കേട്ടോ. അപ്പൊ ഇപ്പച്ചിയെ പറയിപ്പച്ചി 2 വാക്ക് നൊച്ചനെല്ലികളെ കുറിച്ച്. എനിക്ക് ട്രെയിൻ ഉണ്ട്. ട്രെയിന് വേഗം കയറി പോയിക്കോളി. ഒപ്പം ഇനി എടുത്തോളി. പോകുമ്പോ അങ്ങനെ തിരുവനന്തപുരം വരെ എത്തണ്ടേ? എങ്ങനെ പൈസ ഉണ്ടാക്കാനല്ലേ ഇതിനെ ട്രെയിനിൽ കൊണ്ടുപോയി. എന്നിട്ട് പണ്ടിട്ടില്ല തത്തനെ കൊണ്ടിരുന്നത്. തത്തനെ ഇറക്കിട്ട് കാറിന്റെ അടുപ്പിച്ചു. ട്രെയിനിന്റെ അടി കൂടെ പാഞ്ഞിട്ട് ആൾക്കാരെ ചവിട്ടാനും ഫുള്ള് ബോഗിയിൽ ഫുള്ള് അച്ചിമ്പിളി. കുറച്ച് യൂണിയോക്കാട് കൈ പിടിച്ചോ. അങ്ങനെ പൈസ ഉണ്ടാക്കിയാലോ. നാളെയാണ് ഭാവി ഭൂതം. നാളെയാണ് കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങിയാലോ. ഇതുകൊണ്ട് ഇറങ്ങിയാൽ മതി. എന്തറിയോ 5 കാട് വെക്കുക, എന്നിട്ട് അതിമ്മ കൂടെ തീറ്റ മെല്ലിട്ട് കൊടുക്കുക. ഇതില് ഭൂതം പറയും, ഭാവി പറയും, വർത്തമാനം പറയും. ഭാവി ഇവിടെ തീരുമാനിക്കാനാ. നമ്മളൊരു മാസ്ക് ഇട്ട് ഇറങ്ങുക. അപ്പൊ കസ്റ്റമേഴ്സ് കിട്ടിയില്ലെങ്കിൽ ഭാവി നോക്കുന്നവർക്ക് 500 നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും നോക്കും. പിന്നെ എല്ലാരെ കുറിച്ച് നല്ല ധൈര്യമൊക്കെ കാടുകളിൽ മുഴുവൻ ഒരാളും ആകാത്ത പറയില്ല, മോശം പറയില്ല. അവിടെത്തും ഇവിടെത്തും ഇത്ര വയസ്സിൽ ഇന്ന ഭാഗ്യം. ഇപ്പൊ എന്താണ് പറയല പുതിയ അതിഥികളെ കണ്ടിട്ട് പല സാധനങ്ങൾ നമ്മളെ വീട്ടിൽ വന്നിക്കണേ. മരപ്പട്ടി, ബെരിഗ്, ബാക്കിയുള്ള ചെല്ലിപ്പല്ലികള്, ജന്തുക്കള്, 3-4 പട്ടികള്, പൂച്ച, ഒരു കാലത്ത് പശു, താറാവ്. അത് നമ്മളെ വീട് പറഞ്ഞാൽ എന്താ വെച്ചാല് വന്യജീവികൾക്കൊരു ഉറവിടം നമ്മളെ വീട്. അത് എത്ര വർഷങ്ങളായിട്ട് ഇപ്പച്ചി എന്നുള്ള ഒരാളാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരു ജംഗിൾ ബുക്ക് തുടങ്ങാന്നുള്ളത് ഇപ്പച്ചിന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹം. ആട്. അപ്പൊ എലികളൊക്കെ മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ എലികളായി. ഇനി ഈച്ച എന്തിനാ വാങ്ങണറിയോ? പാമ്പിന് വില വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു തേളുകുളി വാങ്ങിയ പൂർത്തിയായി. അവനവന്റെ പേരിൽ തന്നെ പേടിച്ച് നടക്കേണ്ടി വരും. കാട്ടുകൂടെ നടക്കണ പോലെ ടോർച്ചടിച്ച് നടക്കേണ്ടി വരും. പാമ്പും തേളൊക്കെ അല്ലേ വരുന്നത്. ചെറിയ കൂട് മതി. ഇന്ന് എയിലും കൊണ്ടുപോയിച്ചോ. ഈറ്റാളെ ഇതിലിട്ട് കൊണ്ടോ. ടിഫിൻ ബോക്സിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇല്ല കൊണ്ടുപോകും. ടിഫിൻ ബോക്സിലിട്ട് കൊണ്ടുപോകും. ആണോ? അടിച്ചോ? അടുത്ത ഫ്രീ സമാധാനം. ഇതിനെ ക്ലാസ് കൂടെ 1ാം ക്ലാസ് കൂടെ ഇതിനെ തുറന്നു വിടി. അതെ ഈശോ നിലത്തേക്ക് കയറല്ലോ കേട്ടോ. അതിന്റെ ചാടിയ വേണ്ട. അല്ല, അവസാനം ഇതിനെ നോക്കാൻ ഇപ്പൊ ചെന്നെ ഉണ്ടാവുള്ളൂ. അത് നമുക്കറിയാം. നമ്മളൊക്കെ വലിയും.
Big boy, come pick up your phone. How you know pick up your phone? Your phone ringing. ഹലോ ഇതൊക്കെ കാണുമ്പോ നീവറും പിടിച്ചോണ്ടല്ലോ പിന്നാലെ കൊണ്ടു നോക്കട്ടെ ഇതിന് ആവേശം കുറച്ച് കൂടുതലാണ്. അല്ല പോലെ എന്തൊരു ബ്ലോക്കിന്റെ കേട്ടോ അടക്കടാ കുന്മാനെ. ഇപ്പൊ അതിനൊരു പേരിടി, ട്വിൻസിന് പറ്റിയ പോലത്തെ ഒരു പേരിടിപ്പാ. ബ്ലോക്ക് ഉണ്ട്. അതിനിത് ആണ പെണ്ണ അറിയില്ല, അതൊരു പ്രശ്നം. ഈ മൈക്കൊന്നും കൂടി ഇതിപ്പോ ചാടും. ഇതെന്തറാ ഡോങ്ലി മെഴുക് പ്രതിമേ കൂടോർക്ക് ചക്കാലക്കുത്തുള്ള ഒരവന്തിക എന്റെ വലിയ ഫാനാണ്. ഞാൻ പേടിച്ചു. ചക്കാലക്കുത്തോ അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ താങ്ക് യു അവന്തിക. ഈ അന്വേഷണം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ ചിങ്ങനെ ഓക്കെ. ചക്കാലക്കുത്തുള്ള ഒരു അവന്തിക എന്റെ ഫാനാണ്. അന്വേഷണം പറയാൻ പറഞ്ഞത് പോവാട്ടോ. അപ്പൊ ഞാനിതാ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു കറുപ്പ് ഷൂ കിട്ടിയാൽ ഞാൻ പോകും. അവിടെ ഡ്രസ്സൊക്കെ അവിടുന്ന് കിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ ഷൂട്ടുകളിൽ നിന്ന് ഷൂട്ടുകളിലേക്ക് പോവാണ്. സിനിമ ഷൂട്ടിംഗ് അല്ല കേട്ടോ, പാട്ട്. ട്രെയിനിൽ സുഖം ടൗസറാണ് ഉള്ള പറഞ്ഞത്. അതായത് ഏപ്പം കുടുങ്ങി ട്രെയിനിൽ ചൊറിഞ്ഞ ആ പായ പുതപ്പിന്റെ അടിയിൽ പാന്റും ജീൻസും ഇട്ടിട്ട് എനിക്ക് കടക്കാനാവില്ല. ഉള്ള പറയല്ലോ. എനിക്ക് സാധാരണ ടൗസർ ഇട്ടിട്ട് അങ്ങനെ പോകണം. ലഗേജ് ഒന്നുമില്ല, കവർ മാത്രം. കാരണം ഷൂട്ടിങ്ങിന്റെ ഒരു മെച്ചം എന്താ വെച്ചാല് കോസ്റ്റ്യൂം പോലെ തന്നെ കൊണ്ടുവരും, ഷൂസ് പോലെ തന്നെ കൊണ്ടുവരും. പിന്നെ സൈസ് ഫ്രീ ആയിട്ട് തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം സൈസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഷൂ കൊണ്ടുപോയാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കൊണ്ടുപോകാനുള്ളത് ഇപ്പൊ ഈ ഷൂ ആണ്. ഇത് അവിടെ എടുക്കാവോ? ഇങ്ങനത്തെ ഷൂ ഒരാൾക്ക് അവിടെ നിന്ന് എടുത്തോളൂ. മോശമോ? എന്ത് മോശം റെക്കോർഡിങ്ങിനല്ലേ ഓടി സെറ്റ് ആയി. ഇതെന്താ വിരാട് കോഹ്ലിന്റെ പേര്? ഇപ്പത്തെ സീസൺ ഒരു സീസണിൽ ഫുള്ള് ബാഡ്മിന്റൺ ആണ് കേട്ടോ. അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഷട്ടിൽ കോർട്ട് ഉണ്ടാക്കാം. സീസണിലാണ് ഞങ്ങള്. ഇപ്പൊ IPL കാര്യങ്ങളായപ്പോ നമ്മളെന്താ വെച്ചാൽ ഫുള്ള് ക്രിക്കറ്റ്. വേൾഡ് കപ്പ് തുടങ്ങിയാൽ എങ്ങനെങ്കിലും പൊട്ടി ലിഗമെന്റ് വെച്ച് എങ്ങനെയെങ്കിലൊക്കെ ഫുട്ബോൾ കളി ഉണ്ടാവും കേട്ടോ. കണ്ണപ്പി താങ്ക് യു ഫി. എത്ര എണ്ണായി? 164 ഓവറിൽ അടിച്ചോ? പട്ടിക്കാർ അടിച്ചില്ലേ? പറഞ്ഞില്ലേ നിന്നടിക്കും, സ്ലോ പേസിലടിക്കും. പിന്നെ കേട്ടോ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് എല്ലാരും ഭയങ്കര ജിജ്ഞാസയും ആകാംക്ഷയൊക്കെ. ഓന് പൊട്ടും, ഓനും ഇതാവും, പാളിസോ കുറച്ച് ആൾക്കാർ ഓന് എപ്പോഴും സോഷ്യൽ മീഡിയയിലല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അവരുടെ ഇതൊക്കെ ജൽപ്പനങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് 89% അല്ലേ? 84 അത് റോഷൻ വിളിച്ചുട്ടോ. എന്നെ വിളിച്ചു. ഇങ്ങനെ ഞാൻ മറ്റേ സ്കൂൾക്കുള്ള ചെടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെടി വാങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ റിസൾട്ട് വന്നിരിക്കണ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു മാതാപിതാ ഗുരു ദൈവം. ഉമ്മച്ചിക്ക് വിളിച്ചു ചോദിച്ചാ വിളിച്ചോ കേട്ടോ. ഇന്നെ വിളിച്ചു. ഇനി ആർക്കാണ്? അപ്പൊ പറഞ്ഞു ആദ്യം ദൈവത്തെയാണ് വിളിച്ചത് കാരണം, ഗുരു ദൈവം. എന്നാ ഇനി ആലിനി ടീച്ചറെ വിളിക്കാറ്. അവന്റെ ടീച്ചറാണ് ആലിനി. ടീച്ചറെ വിളിച്ചോ? മാതാപിതാ ഗുരുദേവൻ IPL കണ്ടിരിക്കുക. വിരാട് കോഹ്ലിനെയും കണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ മാതാപിതാ ഗുരു പടക്കം. ഇപ്പൊ പൊട്ടലടക്കും. മാതാപിതാ ഗുരു ദൈവം പടക്കം. ഇപ്പൊ പൊട്ടലടക്കും. എടാ നമുക്ക് പെരുന്നാളിന്റെ പൊട്ടിക്കാം. എടാ മിക്കേ അവിടെ പാട്ടാരോ സ്റ്റുഡിയോ അല്ലേ ഓനറിയാം. അങ്ങനെ അറിയുന്നില്ല, കണ്ടാണ്ടല്ലേ അറിയുള്ളൂ. അങ്ങനെ ഏൽപ്പിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നുമില്ല. ഇനി അറിയാം, ഞാൻ ഓനെ അറിയാം, പക്ഷെ കോണ്ടാക്ട്സ് ഇല്ല. ആ ഞാൻ എടുത്തേക്കാണെങ്കിൽ ഇപ്പൊ തന്നെ വേണേ വാങ്ങിക്കാം.
അജുദേ ഇവിടെ തിരി കൊളുത്തിട്ടേ ഇതിക്ക് നോക്കി ഒന്ന് ഇപ്പോഴും പൊട്ടിച്ചാലോ എടാ ഈറ്റാള് വലിയ ഒച്ച കേട്ടാല് ഹൃദയം പൊട്ടി മരിക്കുവോ? ആണോ? അതേ അത്ര വലിപ്പുള്ളൂ. അതിന്റെ ഹൃദയത്തിന്റെ സാധനം കണ്ടില്ലേ? അസറോന് കാണിച്ചു കൊടുക്ക്. അസറോ സാധനം കാണ്. ഞാൻ കണ്ടിക്കണേ കണ്ടോക്ക്. ഞാൻ ഇച്ചിതിന്റെ പിരാന്തില്ലേ ഞാൻ അവിടെ ജോർജിനെ അടിച്ചോ 6ഓ? അതാ പറഞ്ഞ ഇന്നും മസ്റ്റാണ്. ഇന്ന് മസ്റ്റ് വിന്നാണ്. എന്തേലൊക്കെ കാട്ടി ജയിക്കണം. അതെന്താ വെച്ചാൽ ഇന്ന് എല്ലാ പ്ലേയേഴ്സും കളിച്ചിക്കണം. അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സിനും 30ന്റെ മുകളിൽ റണ്ണില്ലേ? അതാ വേണ്ടി. ടീം ഗെയിമാ വേണ്ടി. ഒരാൾ ജയിച്ചിട്ട് ഒരാൾ അടിച്ചിട്ട് കാര്യമില്ല. അതിനെന്താ പറയാനുള്ളൊക്കെ? താഴ്ത്തു പൊടി ഇരുന്ന് പൊടി അല്ല വിടൂല പോവൂലോ എന്ത് ചെയ്യാനും ഇതിന്റെ മേത്തുള്ള രോഗം കാണാണ്ടാവില്ല. നബീല് ഫെർമികൊണ്ട് ചീർപ്പണ്ണോട് വരുമ്പളേ ചിക്കൻ തുളക്കും. ഇതിനെ മുക്കി ഇതെന്താണ് കളിപ്പിക്കണം? ഇതിന്റെ തീറ്റാണ് മിക്കത്. ഇതിന്റെ തീറ്റയാണത്. ഇതിന്റെ തീറ്റ നോക്ക്. മരത്തിന്റെ ഇത്രയും കളി കളിച്ചാൽ അടിച്ചാണേ 152 അല്ല റണ്ണാണ്. 230 വന്നവരോ ഓക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഇതുണ്ടായല്ലോ. അല്ല ഈ പ്ലേ ഓഫിന് പിന്നെ മുട്ടി കളിച്ചിട്ട് എന്താ കാര്യം? എത്ര കളി കളിച്ച പോലെ യൊക്കറുണാളിനും പിരാന്തായല്ലോ. അതിക്ക് തോന്നുന്നുണ്ടോ? ആംസ്റ്റർഡാമാണ് കേട്ടോ. ഇതിന്റെ പേരിപ്പം ആംസ്റ്റർഡാം. അതൊക്കെ ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. എവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിയാണോ ഡിഗ്രി PG? റിനാൻ പറഞ്ഞ റിനാൻ +2 പാസ്സായി. ഞാൻ എലിജിബിലിറ്റി ആയി എല്ലാത്തിലൊന്ന്. എലിജിബിൾ ആയി എന്ന് പറഞ്ഞാണോ? അപ്പൊ ഓനൊക്കെ എങ്ങനെ പാസ്സായിരുന്നു ആലോചിച്ച് നോക്ക്. ഹലോ, ഞാനിപ്പോ ഉള്ളത് അനനുരി ഫോർട്ടിലാണ്, ജോർജിയയിലെ. ഇതാണ് ഹാരി പോട്ടറിലെ 3ാം സീരീസ് ഷൂട്ട് ചെയ്തത്. ഹരി. അപ്പൊ ഇതാണ് ചാമ്പർ ഓഫ് സീക്രട്സിലെ മെയിൻ ചാമ്പർ. ഇത് ക്ലോസ് ചെയ്ത് കാണുന്നത്. കുറച്ച് കിട്ടണ്ടേ? 2 ഓവർ 8 റൺ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ വലിയ ആറ്റിറ്റ്യൂഡ് കിട്ടുന്ന അവിടെ. മറ്റേതോ പടക്കം ഓല ഇത് പടത്തിന്റെ ഒന്ന് പൊട്ടിക്കട്ടോ. തിയേറ്ററിന്റെ ഉള്ളിൽ മുന്നിൽ തിയേറ്ററിനോ പിരാന്തായോ? ഞാനല്ല അതിനൊന്നും. എന്നിട്ട് ആകെ സിനിമയിൽ കുറച്ചേരണ്ട അവിടെ പടക്കം പൊട്ടിച്ചാണ്ട് അലമ്പാക്കിയാറുണ്ട്. പിന്നെ മറ്റേ ആദ്യമായിട്ട് ഒരു സിനിമയിൽ തലയാട്ടാണ് മറ്റേ ഇതിന് വിലക്കും. മറ്റേ അഭിനേതാക്കൾ അസോസിയേഷൻ എന്നൊക്കെ പോകാൻ പറയും. കേറി പോണ അവിടെ നിന്ന് അറിയും. ആദ്യത്തെ പടത്തിന് തന്നെ അലമ്പാക്കിയുണ്ട്. ടൈലർ ഷോപ്പോ? ഓ നമ്മളോട് ഒരു കാരണം പറഞ്ഞു പോയത് പോയിനി. ആരാ കാണാൻ പോയത്? അടിച്ചിട്ടില്ല. ഗ്യാപ്പിൽ ആരോ വിളിച്ച് ചോദിച്ചു റെഡിയാണ് പറഞ്ഞിട്ട് പോവാണ്. അവിടെ ഇനി പോയിട്ടില്ലേ ഇപ്പൊ ആളൂട്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ വീട്ടിലെ പുതിയ 4 മണിയല്ല, ഒരു ഉച്ചക്ക് പോയി അടിച്ചിട്ട്. അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത്, എല്ലാരും ഇതാ ഇത് കേക്ക് കേട്ടോ. എല്ലാരും പ്ലീസ് അഫിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് കേൾക്കണം. ഞാൻ ആരും നിർബന്ധിപ്പിക്കൂല. പക്ഷെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. പക്ഷെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേയിൽ ഇത് 5 ലക്ഷം വ്യൂസിന്റെ അടുത്തേക്ക് നമ്മളിത് പോവാണ്. ഹംദം. അപ്പോൾ ഇതാ 1.8K കമൻസ് ആയി. സോ മസ്റ്റ് ആയിട്ടും എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അഫിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആൽബം കാണുക, കമൻറ്റ് ചെയ്യുക. അഫി ഒരാൾ ഔട്ടായല്ലോ, കൃണാളോ? അത് വലിയ പ്രശ്നമല്ല. പാവാണ് പക്ഷെ എങ്ങനെ ക്യാച്ച് ഔട്ട് ആവും അല്ലേ? ക്യാച്ച് ഔട്ട്. അപ്പം എല്ലാവരും അഫിൻ്റെ ആൽബം മസ്റ്റായിട്ടും കാണുക. ഹംദം ടൈപ്പ് ചെയ്യുക. ഹംദം കണ്ടിട്ട് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡു കമൻറ്റ്. എല്ലാവരും കണ്ടിട്ട്
നല്ലൊരു വർക്കാണ്. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ഇറക്കിയ വർക്കാണ്, ഒരുപാട് ദിവസങ്ങളെ പ്രയത്നമാണ്. പാട്ട് കേട്ട് എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. അഫിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്ലീസ് ഡു കമൻറ്റ്. ഒരു ഇപ്പോൾ 1800 കമൻറ്റ് ഉണ്ട്, എല്ലാവരും ഒരു 2800 കമൻറ്റ് ആക്കുക, 2500 കമൻറ്റ് ആക്കുക. പ്ലീസ് ഡു അഫിക്ക് വേണ്ടി എല്ലാവരും ഒരു ലവ് എമോജി കമൻറ്റ് ചെയ്യുക, ഫീൽ ആവും എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. പ്ലീസ് 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 വ്ളോഗ് കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു സർപ്രൈസ് ഉണ്ട്, നമ്മൾ പോണ വഴിക്ക് പറയില്ല, അത് നാളെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് ഇന്ന് പോണ വഴിക്ക് ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. പടക്കം പൊട്ടിക്കാണ്ട് പെരുന്നാളിന് ഒരുപാട് പരിപാടികൾ വരാണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ വരാണ്ട്, എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാം, ട്രെയിൻ കയറണം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. ഹംദം മറക്കല്ലേ, എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് എന്തായാലും മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്തിട്ടാ. ഹംദം മറക്കരുത്, കമൻറ്റ് ചെയ്യണം പ്ലീസ് 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 പ്ലീസ്. ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് വരികയാണ്, ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടി പറയാണ്. ഷാൻകാടെ കൂടെ എനിക്കൊരു പാട്ട് പാടാൻ അവസരം കിട്ടി. ഒന്ന് കട്ട് ചെയ്യോ? അപ്പം അല്ല കുഴപ്പമില്ല. അപ്പം സത്യം പറഞ്ഞാൽ തട്ടത്തിമറയത്തൊക്കെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നത് എനിക്കൊരു 12 വയസ്സുള്ള ടൈമിലാണ്. സത്യം അതിനിടയിൽ കൂടെ അല്ല. അപ്പൊ അന്നത് കണ്ട സമയത്ത് ഒരിക്കലും ഈ പടം ഇത്രയും ഇതിത്തെ പാട്ടുകളൊക്കെ നമ്മൾ അത്രയും സോളുള്ള പാട്ടുകളാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ 12 വയസ്സുള്ള ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇക്കാടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇക്കാടെ സ്വന്തം മ്യൂസിക് ലേബലായിട്ടുള്ള ഇറ്റേണൽ പ്രൊഡക്ഷൻസിൻ്റെ റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് പാട്ട് വരാൻ പോവാണ്. അപ്പോൾ അതിൽ എനിക്ക് തന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്താ വെച്ചാൽ ചിന്മയ് മാമിൻ്റെ കൂടെ പാടാൻ പറ്റി എന്നുള്ളതാണ്. സോ ഇക്കാനോട് ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇക്ക 2 വാക്ക് എല്ലാവരും അതിരടിയൊക്കെ കണ്ടിരിക്കണം, ഒരുപാട് ആൾക്കാർ എൻ്റെ ഓഡിയൻസിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇക്കാനോട് അന്ന് തന്നെ എനിക്ക് അതിരടി സത്യം പറഞ്ഞാൽ നല്ലോണം കണക്ട് ആയി. കാരണം അന്ന് ഈ പടം ഇറങ്ങുന്ന ദിവസം ഞാൻ ഇക്കാൻ്റെ അടുത്ത റെക്കോർഡിങ്, ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് പോവാം. ഇക്ക എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഹനനെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കണേ. ആക്ച്വലി അതിരടി കണ്ടിട്ട് ഫസ്റ്റ് അഭിപ്രായം പറയുന്ന ആള് ഹനാനാണ്. അതിന്റെ പ്രീമിയർ ഷോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാ ഇക്ക പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. എഗൈൻ ഈ പാട്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഹനാൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ ഹനാന് വേണ്ടിയിട്ടുള്ളൊരു പാട്ട് വരണമായിരുന്നു എൻ്റെ അടുത്ത് നിന്ന്, എന്നാലല്ലേ ഹനാനെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനൊരു പാട്ട് വന്നു. അപ്പം അത് പിന്നെ ഞാൻ ഹനാന് കൊടുത്തു. ഹനാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. നമ്മുടെ റെക്കോർഡിംഗ് സെഷനൊക്കെ അടിപൊളിയായിരുന്നു. ഹനാനും ചിന്മയ് മാമും കൂടിയിട്ടാണ് ഇത് പാടിയത്. നിന്റെ ഫോണാണോ അത്? എന്തുകൊണ്ടാണ് കരയണേ? ഇതെല്ലാം വന്നോട്ടെ, രസമായിരിക്കും. അപ്പോൾ ഇവർ 2 പേരുടെയും ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. ടോൺ വൈസ് എനിക്കൊന്ന് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഈ സോങ് തന്നെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. കാരണം ഫീമെയിൽ ലിറിക്സ് കംപ്ലീറ്റ് തമിഴും, മെയിൽ ലിറിക്സ് കംപ്ലീറ്റ് മലയാളവും. അപ്പം അതൊരു സംതിങ് ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പാട്ട് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമാണ് ഹനാൻ്റെ കൂടെ ഈ ഒരു പാട്ട് ഹനാൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും പാട്ട് മിക്കവാറും ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേക്കും. കാരണം ഇത് നമ്മൾക്ക് വലിയ പ്രൊഡക്ഷനാണ് സംഭവം. അപ്പോൾ അതെ, രാവിലെ തുടങ്ങിയാണ്. അപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉറച്ചു നിൽക്കും. നമ്മൾ അങ്ങനെ ഒന്നും പറയുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതെ, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങളും 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം. ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസിന്റെ ചാനലിലാണ് വരിക. ഇറ്റേണൽ റേ റെക്കോർഡ്സിന്റെ ചാനലിലാണ്. അതെ, ഇറ്റേണൽ റേ റെക്കോർഡ്സിന്റെ യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. അതെ, പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതെ, അപ്പോൾ താങ്ക് യു ഷാൻക. അതുപോലെ തന്നെ ഷാൻകയുടെ വൈഫാണ് ഫുൾ കാര്യങ്ങൾ. ഒന്നും ജസ്റ്റ് ഷാൻക ഇത്താണ് ജസ്റ്റ് വേണ്ടോടാ. അപ്പം ഇത്താണ് ഫുൾ കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇക്ക. അപ്പോൾ ബിഗ് താങ്ക്സ്. അപ്പം ഈ പാട്ടിറങ്ങിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ സെറ്റ് ഈ സൈഡിലാണ്. അപ്പോൾ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് സെറ്റും കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പാട്ടുകൾ എന്തായാലും യൂട്യൂബ് ചാനൽ മസ്റ്റായിട്ടും വന്നിട്ട് കാണുക. പക്ഷേ ചിന്മയ് മാം ഇവിടെ ഇരിക്കുന്നുണ്ട്, മാം അവിടെ ഇരിക്കുന്നത് ആ ഷൂട്ടിൻ്റെ ടൈമിൽ. അപ്പോൾ ചിന്മയ് മാം ഇവിടെ ഉണ്ട് കേട്ടോ.
ചിന്മയ മാമിൻ്റെ കൂടെയാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത്. മാം ഫുൾ ചില്ലാണ് കേട്ടോ, ഭയങ്കര കൂൾ മെമ്പറാണ്. ഇത്ര വലിയൊരു ആർട്ടിസ്റ്റ് ലൈക്ക് എന്നോട് ഇത്രയും സ്വീറ്റായിട്ട് നിൽക്കും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ. ഫുൾ ടൈം നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ആൾ. നമ്മളിപ്പോൾ 2-3 സെഷൻ പാടി കഴിഞ്ഞു, ഇനി ലാസ്റ്റ് 2 സെഷനാണ് പാടാനുള്ളത്. അപ്പോൾ നമ്മളെ ഷൂട്ടിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഷാനിക്കോടും അതുപോലെ തന്നെ ചിന്മയ മാമിനോടൊക്കെ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇത്രയും വലിയ ആൾക്കാർ, അതായത് ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ പില്ലേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം എൻ്റെ പ്രായം 25 അപ്പോൾ എനിക്ക് ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ജനുവരിയിൽ ശ്രേയാ ഘോഷാൽ മാമിൻ്റെ കൂടെ പാടാൻ പറ്റി. ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ എനിക്ക് ചിന്മയ മാമിൻ്റെ കൂടെ പാടാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഞാനൊരു സ്വപ്നം പോലെയാണ് കാണുന്നത്. കാരണം ശ്രേയാ ഘോഷാൽ മാമിൻ്റെ പാട്ട് കേൾക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ചിന്മയ മാമിൻ്റെ പാട്ടുകൾ കേൾക്കുന്ന ടൈമിലോ ഞാൻ ഒരിക്കലും എന്നെങ്കിലും ഇവരെ കൂടെ പാടാൻ പറ്റുന്നുള്ളത് എൻ്റെ സ്വപ്നത്തിൻ്റെ ഉള്ളിലത്തെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഓപ്പർച്യൂണിറ്റിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. സോ ഐ എം സോ ഹാപ്പി. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതിൽ. അപ്പോൾ ഷാനിക്കോട് ഞാൻ നല്ലോണം കടപ്പെട്ടിരിക്കണു. അപ്പം ഇന്നത്തെ നമ്മളെ ഷൂട്ട് നടക്കുന്നത് സ്റ്റീഫൻ ചേട്ടൻ്റെ SD സ്കേപ്സിലാണ് കേട്ടോ. ഇത് കളമശ്ശേരി തന്നെയുള്ള നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവേഴ്സ് ടിവിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടാ. ഫ്ലവേഴ്സ് ടിവിയിൽ നമുക്ക് അവാർഡ് കിട്ടിയ പരിപാടിക്ക് ഇതിൻ്റെ തന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്, അതായത് ഷൂട്ടിങ്ങിനുള്ള കുറേ സ്പേസസ് ഉണ്ട്. അപ്പുറത്ത് അവാർഡ് ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ സ്പേസസ് ഉണ്ട്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആൾ ശ്രീലങ്കയ്ക്ക് പോയി. അപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ അല്ലെങ്കിൽ ഞാൻ വ്ളോഗിൽ എല്ലാവർക്കും കാണിച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ കാണിച്ചു തരാൻ പറ്റിയില്ല, സ്റ്റീഫൻ ചേട്ടൻ ശ്രീലങ്കയ്ക്ക് പോയി. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്ക് ഉള്ളിലൊക്കെ വന്നിട്ട് ഫുള്ള് ഒരുപാട് കാണാനുണ്ട്. ഇന്നിപ്പോൾ ഷൂട്ടിലാണ് എനിക്ക് കാണിക്കാൻ പറ്റും, പക്ഷേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് SD സ്കേപ്സ് കളമശ്ശേരി തന്നെയാണ്. പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എല്ലാവരും. പെരുന്നാൾ പ്രിപ്പറേഷൻസിലാവും എനിക്കറിയാം, പെരുന്നാൾ തിരക്കിൻ്റെ ഇടയിലാവും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത് എനിക്കറിയാം. ഓൾ ദ ബെസ്റ്റ്. പെരുന്നാളൊക്കെ അടിപൊളിയാവട്ടെ. ഞാൻ പെരുന്നാളാകുമ്പോൾ നാട്ടിലെത്തും. ഇന്നീ പരിപാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി എടുത്ത് നാട്ടിൽ കൂടും. അപ്പോൾ നാളെ വലിയ പെരുന്നാളാണ്, അതിൻ്റെ കൂടെ കാട്ടാളൻ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കാണുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ എത്ര പ്രതീക്ഷയും വെച്ചോളി, കാരണം അത്രയും സൂപ്പറായിട്ടാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയും ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആണ് സിനിമയിൽ എല്ലാവരും എഫേർട്ട് ഇട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ വളരെ കുറഞ്ഞ ടൈമിലാണുള്ളത്. അപ്പം അതെന്താ വെച്ചാൽ ഞാൻ വീണ്ടും പറയണം എന്താ വെച്ചാൽ അമിത പ്രതീക്ഷ എൻ്റെ പേരിൽ ആരും വെച്ചിട്ട് പിന്നെ സങ്കടപ്പെടരുത്. അപ്പം നിങ്ങൾ ഞാൻ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ള മോഡലിൽ പോയി കണ്ടാൽ മതി. അങ്ങനത്തെ മോഡലിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല ഇന്നെ വെച്ച് കുറേ പ്രതീക്ഷിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മീൻ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ എല്ലാത്തിലും ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതൊക്കെ സ്പോയിലേഴ്സ് ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നും പറയണില്ല. അപ്പോൾ എല്ലാവരും നാളെ പോയിട്ട് കാണുക. 28-ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നാളെ പെരുന്നാൾ വ്ളോഗുമായിട്ട് നമ്മൾ വരുന്നതാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ട് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ആകെ വാക്കുകളൊക്കെ തെറ്റുന്നുണ്ട്. ചിന്മയ മാമിൻ്റെ കൂടെ കുറേ നേരം നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു. വളരെ കൂളായിട്ടുള്ള മെമ്പറാണ്. സോ ഞാൻ എന്താ പറയാൻ പറഞ്ഞില്ലേ, അർജിത് സിംഗിൻ്റെ കൂടെയും ഏറാമസാറെ കൂടെയൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ്. അപ്പം ആളെ കൂടെ പാടാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് ലൈക്ക് ബിഗ് ബ്ലെസ്സിങ് ഫോർ മീ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.